ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി സാമ്പാർ തന്നെയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 1 കപ്പ് അളവിൽ പരിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു ഉള്ളിയും കൂടെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ നമുക്കതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ക്യാരറ്റും ബീട്രൂട്ടും കോവയ്ക്കാണ് കേട്ടോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഈ ഒരു പച്ചക്കറി മുങ്ങി നിൽക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു 3 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. ചെറുനാരങ്ങ വലുപ്പത്തിൽ വാളംപുളി ഒന്ന് ഇവിടെ കുതിർത്ത് വെക്കുന്നുണ്ട്. 3 വിസിലിന് ശേഷം പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. നമ്മളത് ഇതൊന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. കഷ്ണങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂൺ അളവിൽ വറുത്തെടുത്തിട്ടുള്ള മല്ലിപ്പൊടിയാണ്, 1 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ അളവിൽ സാമ്പാർ പൗഡറും, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്തിരി മുരിങ്ങക്കായ, വെണ്ടയ്ക്കയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മൾ വിസിലിന് അടിക്കാനൊന്നും വെക്കുന്നില്ല. ആ ഒരു വിസിൽ വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. തേങ്ങയും വെളുത്തുള്ളിയും ഇത്തിരി ജീരകവും കൂടെ ചേർത്തിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു പാകത്തിലായിക്കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് ഇതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഈ ഒരു ചീനച്ചട്ടി തന്നെ വെച്ചിരുന്നു കഴിഞ്ഞാൽ തേങ്ങ കരിഞ്ഞ് പോകുകയാണ് കേട്ടോ ചെയ്യുക. അതുകൊണ്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ ഒരു തേങ്ങയുടെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ വിസിലൊക്കെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം നമ്മളിത് ഓപ്പൺ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി ഇതൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ചട്ടിയിലാണ് കേട്ടോ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കഷ്ണങ്ങളൊന്നും ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് പുളിവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഒരു പുളി നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളക്കട്ടെ. ആ ഒരു സമയം നമുക്ക് നമ്മുടെ ഈ ഒരു തേങ്ങയും കൂടി അരച്ചിട്ടെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്ന സമയം തന്നെ നമ്മൾ ആ ഒരു ജാറിലേക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമ്മുടെ സാമ്പാറിന് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ എപ്പോഴും വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ നല്ല ചൂടായിട്ടിരിക്കുന്ന ഒരു കറിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം തന്നെ ചേർത്തിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കറിയുടെ ടേസ്റ്റ് മൊത്തം മാറിപ്പോകും. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടുന്ന ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട്, ഞാൻ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാമ്പാർ തന്നെയാണ്. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ കറി ഇവിടെ തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വറുത്തിടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയിലേക്ക് കടുക്, ഉണക്കമുളക്, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്